ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ ഭക്താഗ്രേസരനായ എരിപത്ത നായനാരെ കുറിച്ചിട്ടാണ് നാം ഇനി കാണാൻ പോകുന്നത്. ചോള രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്ന കരൂർ പണ്ട് അമരാവതിക്ക് തുല്യമായിരുന്നു. ആകാശം മുട്ടിയുരുമുന്ന കോട്ടമതിലുകൾക്കുള്ളിൽ മേഘങ്ങളെ ചുംബിക്കുന്ന മണിമാളികകളും അവിടെ പൂമുഖങ്ങളിൽ പതിപ്പിച്ച രത്നങ്ങളുടെ പ്രഭയിൽ മുങ്ങിയ വിശാലമായ നഗരവീഥികളും ഉണ്ടായിരുന്നു. അവിടെ ഭക്തഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളുന്ന പശുപതീശ്വരർ പുണ്യശിവക്ഷേത്രം ആ നഗരിയിലായിരുന്നു. വേദങ്ങൾക്ക് പോലും അറിയാൻ കഴിയാത്ത മോഹങ്ങളെല്ലാം തീർത്ത് നിത്യാനന്ദം നൽകുന്ന ഭഗവാൻ ശിവനോടുള്ള മഹാപ്രേമം കൊണ്ട് ബന്ധിക്കപ്പെട്ട ഭക്തന്മാരുടെ ഭക്തനായിരുന്നു എരിപത്തർ എന്ന മഹാത്മാവ്. ശിവഭക്തന്മാരുടെ ഒരു ചെറിയ ദുഃഖം പോലും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഭക്തസംരക്ഷണം സ്വയം ഏറ്റെടുത്ത് അതിനായി ആ ഭക്തൻ ഒരു പരശുവും ഒരു മഴുവും എപ്പോഴും കൂടെ കൊണ്ട് നടന്നിരുന്നു. ആ ഗ്രാമത്തിൽ ശിവകാമി ആണ്ടാർ എന്ന ശിവഭക്തനായൊരു വൃദ്ധബ്രാഹ്മണരുണ്ടായിരുന്നു. ദിവസവും 3 സന്ധ്യകളിലും പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് ഭഗവാനെ അർച്ചിക്കുക എന്നത് അദ്ദേഹം വളരെ ചെറുപ്പം മുതലേ ചെയ്തു വന്ന ഒരു വ്രതമായിരുന്നു. പതിവ് പോലെ അന്നും അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് നദിയിൽ കുളിച്ച ശേഷം പഞ്ചാക്ഷരി മന്ത്രജപത്തോടെ ഭഗവാന്റെ നീണ്ട ജടയിൽ ചാർത്തുവാനായി വിശിഷ്ടമായ പൂക്കൾ പറിച്ച് തൻ്റെ കയ്യിലെ പൂക്കൂടയിൽ നിറച്ച് കൊന്നപ്പൂ ചൂടിയ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ആനന്ദത്തോടെ സഹജമായ മന്ത്രജപവുമായി അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് രാജാവിനെ യുദ്ധങ്ങളിലെല്ലാം വിജയത്തിലേക്ക് നയിച്ച കൊട്ടാരമാന, അതിൻ്റെ പേര് പട്ടവർദ്ധനൻ എന്നാണ്. ആ പട്ടവർദ്ധനൻ എന്ന ആന പുഴയിൽ കുളിച്ചതിന് ശേഷം പാപ്പാനോടുകൂടി റോഡിലൂടെ രാജകീയ പ്രൗഢിയോടെ വന്നു. ദൗർഭാഗ്യവശാൽ അപ്പോൾ പട്ടവർദ്ധന് മതമിളകിയ സമയമായിരുന്നു അത്. ആനപ്പുറത്തുണ്ടായിരുന്ന പാപ്പാൻ ആനയ്ക്ക് മതം പൊട്ടിയ വിവരം ഉറക്കെ വിളിച്ച് പറഞ്ഞ് ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നു. വീതിയുടെ മതയാനയെ കണ്ട് ഭയചകിതരായ ആൾക്കാർ അങ്ങുമിങ്ങും ഓടി. ഈ സമയത്താണ് ശിവകാമി ആണ്ടാർ പുഷ്പങ്ങളുമായി പൂക്കൂടയോടുകൂടി അമ്പലത്തിലേക്ക് വരുന്നത്. വഴിയിൽ ഒരിടത്ത് ഒതുങ്ങി നിന്ന ഭയചകിതനായ ശിവകാമി ആണ്ടാരെ ആന സമീപിച്ചു. എന്നിട്ട് പഞ്ചാക്ഷരം ജപിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തെ കയ്യിലിരുന്ന പൂക്കൂട ആന തട്ടിത്തെറിപ്പിച്ചു. പൂക്കൾ ചവിട്ടി അരച്ചു, കൂട തകർത്തു. പ്രതീക്ഷിക്കാതെയുണ്ടായ ആക്രമണത്തിൽ ആ വൃദ്ധബ്രാഹ്മണൻ ഭയന്ന് നിലത്ത് വീണുപോയി. ഇത് കണ്ട് ആനപ്പുറത്തിരുന്ന പാപ്പാൻ അതിനെ തോട്ടികൊണ്ട് വലിച്ച് വേദനയോടെ ആന ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ആനയെ പിന്തുടർന്നു വന്നിരുന്ന പാപ്പന്മാർ വീണ കിടക്കുന്ന ആ വൃദ്ധനെ കണ്ടെങ്കിലും തിരിഞ്ഞൊന്നും നോക്കുക പോലും ചെയ്തില്ല. വളരെ ബുദ്ധിമുട്ടി എഴുന്നേറ്റ ശിവകാമി തൻ്റെ തകർന്ന കൂടയും അരഞ്ഞു കിടക്കുന്ന പൂക്കളും കണ്ട് ഹൃദയം പൊട്ടി വിലപിച്ച് കരഞ്ഞു. അദ്ദേഹം ഭഗവാനെ വിളിച്ചു. ഭഗവാനെ, അങ്ങയെ ശരണം പ്രാപിച്ച ബാലനായ മാർക്കണ്ഡേയനെ രക്ഷിച്ചവനല്ലേ അങ്ങ് എന്തുകൊണ്ട് ഈ പൂക്കൂടയിലെ പൂക്കൾ ആനയെക്കൊണ്ട് ചവിട്ടി അരയിപ്പിച്ചു? അങ്ങയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഈ പൂക്കളെല്ലാം വൃഥാവിലായില്ലേ? ദാ നോക്കൂ, അതെല്ലാം ചവിട്ടി അരച്ച് നശിപ്പിച്ചിരിക്കുന്നു. കാരുണ്യവാരിതേ, അവിടെ നിന്നല്ലാതെ ആരുണ്ട് അടിയനൊരു ആശ്രയം എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് വിളിച്ച് പറയാൻ തുടങ്ങി. ശിവകാമിയാണ്ടാരുടെ രോദനം കേട്ട് എവിടെ നിന്നോ ഓടിയെത്തിയ എരിപത്തർ സംഭവമറിഞ്ഞ് കോപം കൊണ്ട് ജ്വലിച്ചു.
ഈ ദുഷ്ടത ചെയ്തവർക്ക് തക്ക ശിക്ഷ നൽകുന്നുണ്ടെന്ന് പറഞ്ഞ് ശിവ ശിവ എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചുകൊണ്ട് അയാൾ ആനയെ പിന്തുടർന്നു. ഞാൻ ആനയെ കൊല്ലാതെ വിടുകയില്ല എന്ന ഭീഷണിയോടെ ഭയലേശമന്യേ ആ ഭീമാകാരനായ മദയാനിയെ എതിരിട്ടു. ആന അത്യധികം ക്രോധത്തോടെ തുമ്പിക്കൈകൊണ്ട് എരിപത്തരെ പിടിക്കാൻ ആഞ്ഞെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറി. കോടാലി കൊണ്ട് അതിൻ്റെ തുമ്പിക്കൈ അദ്ദേഹം വെട്ടിവീഴ്ത്തി. വെട്ടേറ്റ് ആന ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് രക്തത്തിൽ മുങ്ങി നിലംപതിച്ചു. ആനയുടെ കൂടെയുണ്ടായിരുന്ന പാപ്പാന്മാരെയും അദ്ദേഹം വെട്ടിക്കൊന്നു. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന 2 ഭടന്മാർ കോപത്തോടെ എരിപത്തരെ ആക്രമിക്കാൻ വന്നു. അദ്ദേഹം അവരെയും തൻ്റെ കോടാലി കൊണ്ട് നശിപ്പിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ പരന്നു. ശത്രു സൈന്യം ആക്രമിക്കാനൊത്ത് വന്നിരിക്കുന്നു എന്ന വാർത്ത എല്ലായിടത്തും കാട്ടുതീ പോലെ പരക്കുകയും ഇത് കേട്ട് കോപിഷ്ഠനായ രാജാവ് സൈന്യങ്ങളോട് കൂടി സംഭവസ്ഥലത്തേക്ക് കുതിക്കുകയും ചെയ്തു. ഈ ആക്രമണം ചെയ്തവർ ആരാണ് എന്ന് ഇടിമുഴങ്ങുന്ന സ്വരത്തിൽ രാജാവ് ചോദിച്ചു. അപ്പോൾ ആനയെ പിന്തുടർന്നിരുന്ന അനുചരന്മാർ അദ്ദേഹത്തെ സമീപിച്ചിങ്ങനെ പറഞ്ഞു: ഈ ലോകത്തിൽ ആരാണ് അങ്ങയുടെ ഭയങ്കരനായ ഗജരാജനെ എതിരിടാൻ ധൈര്യപ്പെടുക? പ്രഭു, മഴുവുമായി നിൽക്കുന്ന ഭക്തനായ ഇദ്ദേഹം ഒരാളാണ് ഈ കൊലകൾ മുഴുവൻ നടത്തിയത്. ഇത് കേട്ട രാജാവ് ചിന്തിച്ചു, കരുണാമൂർത്തിയായ ഭഗവാന്റെ ഭക്തനായ ഈ പുണ്യാത്മാവ് ഒരു കാരണവുമില്ലാതെ ഇത് ചെയ്തിരിക്കില്ല. മദയാനയെ എതിരിട്ടപ്പോൾ ഇദ്ദേഹത്തിന് ആപത്തൊന്നും സംഭവിച്ചില്ല എന്നതുതന്നെ എൻ്റെ മഹാഭാഗ്യം. ചിൽസഭയിൽ ആനന്ദ നടനം ചെയ്യുന്ന ദേവൻ്റെ പാദങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഈ ഭക്തനെ കോപപ്പെടുത്താൻ എന്ത് വലിയ അപരാധമാണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക? ഇതിൻ്റെ പരിണതഫലം എന്തായിരിക്കുമെന്നോർത്ത് എനിക്ക് നടുക്കം തോന്നുന്നു. ഇത്തരം ചിന്തകളോടെ രാജാവ് എരിപത്തരെ സമീപിച്ച്, ഇവിടെ നടന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ ആനയും ഭടന്മാരും എന്തോ മഹാപരാധം ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങയെ ക്രൂദ്ധനാക്കാൻ ഇവർ ചെയ്ത തെറ്റിന് ഇവരുടെ മരണം കൊണ്ട് മാത്രം പ്രായശ്ചിത്തമായോ എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് താഴ്മയോടെ പറഞ്ഞു. എരിപത്തർ നടന്ന സംഭവങ്ങളെല്ലാം രാജാവിനെ അറിയിച്ചു. ഇത് കേട്ട രാജാവ് കുനിഞ്ഞ് എരിപത്തരുടെ കാൽ തൊട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു: ചന്ദ്രകലാധരനായ ദേവൻ്റെ ഭക്തന് ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തം ഇനിയും മുഴുവനായിട്ടില്ല. എൻ്റെ പ്രജകൾ തെറ്റ് ചെയ്താൽ അത് ഞാൻ ചെയ്ത തെറ്റിന് തുല്യമാണ്. അതുകൊണ്ട് ഞാനും ഇതിന് ശിക്ഷിക്കപ്പെടണം. എന്നാൽ അങ്ങയുടെ പാവനമായ പരശു ഈ പാപിയുടെ രക്തം കൊണ്ട് അശുദ്ധമാകാതിരിക്കട്ടെ. എൻ്റെ ഈ വാളുകൊണ്ട് എന്നെ കൊന്നാലും. ഉറയിൽ നിന്നൂരിയ വാളുമായി നിൽക്കുന്ന രാജാവിനെ കണ്ട് എരിപത്തർ ധർമ്മസങ്കടത്തിലായി. ശിവഭക്തനായ ഈ ധർമ്മരാജാവിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. ആ വാൾ വാങ്ങിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. എന്നാൽ അത് വാങ്ങിയില്ലെങ്കിൽ അദ്ദേഹം സ്വയം വധിച്ചു കളയും. ഇങ്ങനെ ആലോചിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകാൻ നിശ്ചയിച്ച് അദ്ദേഹം രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാൾ വാങ്ങി എരിപത്തരുടെ കൈകളാൽ വധിക്കപ്പെടാൻ തയ്യാറായി നിന്ന രാജാവിനെ മുമ്പിൽ വച്ച് തന്നെ ആ ഭക്തൻ സ്വന്തം കഴുത്തിന് നേരെ വാൾ ഓങ്ങുന്നു. ഈ രംഗം വർണ്ണിക്കുന്ന ഇങ്ങനെയാണ്. വാൾ ഓങ്ങുന്നത് കണ്ടിട്ട് ആ വാള് രാജാവ് പിടിച്ചു വാങ്ങുന്ന രംഗം ചേക്കിഴാർ വിവരിക്കുന്ന ഇങ്ങനെയാണ്: പുരിന്തവർ കൊടുത്ത വാളை അൻപർ കഴുത്തിൽ പൂട്ടി അരിന്തുടലുറ്റ പോതിൽ അരജനും പെരിയോ ചെയ്കை ഇരുந்தவாறுது என் கேட்டேன் എൻ്റതിർതരിത്തർ ചെണ്ട് പെരുന്തടന്തോളാൽ കൂടി പിടിത്താനൻ വാളും കയ്യും. അത് തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് തടുക്കുവാൻ രാജാവ് ശ്രമിച്ചു. അങ്ങനെ ആ വാള് പിടിച്ച് വാങ്ങി. ആ സമയം ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്: നിങ്ങൾ 2 പേരുടെയും ഗുണാതിശയങ്ങൾ ലോകർ കണ്ട് അതിശയിപ്പാൻ വേണ്ടിയാണ് പട്ടവർത്തനം ഈ പൂക്കളെ നശിപ്പിച്ചത് എന്നാണ് ഒരു അശരീരി അവിടെ നിന്ന് ഉയരുകയാണ്.
ഇങ്ങനെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആനയും ഭടന്മാരുമെല്ലാം ഉറക്കത്തിൽ നിന്ന പോലെ പെട്ടെന്ന് എഴുന്നേറ്റു. ശിവകാമി ആണ്ടരുടെ കുടയിൽ പൂക്കൾ നിറഞ്ഞു. എരിപത്തർ വാൾ വലിച്ചെറിഞ്ഞ് രാജാവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. രാജാവും തിരിച്ച് എരിപത്തരെ അഭിവാദനം ചെയ്തു. പാപ്പന്മാർ ഗജരാജനെ രാജസമീപം കൊണ്ടുവന്നു. എരിപത്തരുടെ അഭ്യർത്ഥന മാനിച്ച് നടനമാടുന്ന മഹാദേവ പാദാംബുജങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ആ ഭക്തനായ രാജാവ് ആനപ്പുറത്ത് കയറി തിരിച്ചുപോയി. ശിവകാമിയാണ്ടാർ ക്ഷേത്രത്തിൽ ചെന്ന് തൻ്റെ സേവ തുടർന്നു. എരിപത്തർ ചോഴ രാജാവിൻ്റെ മഹത്വമോർത്ത് അത്ഭുതത്തോടെ വീട്ടിലേക്കും തിരിച്ചുപോയി. വളരെ കാലം ശിവഭക്ത സേവ ചെയ്തു കഴിഞ്ഞു. ദേഹമുക്തി നേടിയ എരിപത്തരെ ഭഗവാൻ കൈലാസത്തിലെ ഭൂതഗണങ്ങളുടെ നായകനാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ എരിപത്തന ചരിതം ചേക്കിഴാസ്വാമി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പെരിയ പുരാണത്തിലെ ഓരോ ശിവഭക്തനും അങ്ങേറ്റത്തെ ശിവഭക്തി കൊണ്ട് നിറഞ്ഞവരാണ്. മാത്രമല്ല ഈ ശിവഭക്തിയാൽ അവർ തങ്ങളുടെ സഹജീവികളായ മറ്റ് ശിവഭക്തന്മാരെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി പലരും ഈ മഴു കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ശിവഭക്തന്മാരോട് പലരും ക്രൂരത കാണിച്ചിരുന്നു. ഇത് തടുക്കാൻ തന്നെ മിക്ക ശിവഭക്തന്മാരും മഴുവൊക്കെ കൊണ്ടാണ് കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ വളരെ ശ്രദ്ധയോടെ ശിവനെ പൂജിച്ച് ജീവിച്ച ഈ ശിവഭക്തന്മാർ തങ്ങളുടെ സഹജീവികളെയും ശിവനായി കരുതിക്കൊണ്ട് തന്നെ കാത്ത് സംരക്ഷിക്കുമായിരുന്നു. ഇതെല്ലാം ശിവൻ്റെ ലീലകൾ മാത്രം എന്ന് ഓരോ ശിവഭക്തനും കരുതുകയും ചെയ്തിരുന്നു. മാത്രമല്ല ശിവനുമായിട്ട് വ്യക്തിപരമായ ബന്ധം പുലർത്താൻ ഈ ശിവഭക്തർക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല ശിവൻ്റെ അരുളൊളി ഇവരിൽ പ്രകാശിക്കുകയും അതേപോലെ തന്നെ ശിവവാക്കുകൾ, ശിവവചനങ്ങൾ, ശിവമൊഴികൾ എല്ലാം ഇവർക്ക് നേരിട്ട് കേൾക്കാനുള്ള ഒരു ചെവി ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വികസിച്ച് നിന്നിരുന്നു. അങ്ങനെ ശിവജ്ഞാനം മാത്രം കേട്ട്, ശിവമൊഴി മാത്രം കേട്ട്, ശിവപൂജ ചെയ്ത് അവർ ശിവലോകത്തെ പ്രാപിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഓം ശിവായ നമഃ.